ഭാവന. ഓക്കെ ഭാവന, ഞാൻ ഇവിടുന്ന് പോവാം. പക്ഷേ എനിക്ക് 2 കണ്ടീഷനുണ്ട്. ഒന്ന്, മാനസയുടെ ഡെലിവറി കഴിഞ്ഞ ശേഷം കുഞ്ഞിന്റെ DNA ടെസ്റ്റ് നടത്തുമല്ലോ. അപ്പൊ കുഞ്ഞ് നിങ്ങളുടേതാണെന്ന് തെളിഞ്ഞ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നിട്ട് മാനസ എനിക്കൊപ്പം വരണം. പിന്നെ മാനസ പ്രസവിക്കുന്ന കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞല്ലാന്ന് തെളിയുകയാണെങ്കിൽ കുഞ്ഞുമായിട്ട് മാനസ എനിക്കൊപ്പം വരണം. കാരണം എനിക്കിപ്പോഴും എപ്പോഴും മാനസയാണ് വലുത്. അങ്ങനെ ഒരു ഉറപ്പ് മാനസ എനിക്ക് തന്ന ഞാൻ ഇവിടുന്ന് പോവാം. താനിതെവിടെ പോയി? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു സൂര്യ. സുനിലിനോട് ഭാവന സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന കണ്ടു. എന്താ, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? ഏയ്, അങ്ങനെയൊന്നുമില്ല ആന്റി. ഞാൻ മാനസിക്ക് വേണ്ടി സുനിലിനോട് അല്പം സംസാരിച്ചു. എന്തേലും ഒരു തീരുമാനം എടുക്കാതെ ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. താൻ എന്ത് ചെയ്യാൻ പോകുന്നു? അവൻ മാനസയും കൊണ്ടേ ഇവിടുന്ന് പോകും. ഇല്ലെങ്കിൽ പബ്ലിക്കിനെ പേടിക്കാതെ ലീഗലായിട്ട് നമ്മൾ മൂവ് ചെയ്യണം. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല സൂര്യ. എന്താ മോളുടെ മനസ്സില്? ഞാൻ സുനിലിനോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സുനിൽ പറയുന്ന 2 കണ്ടീഷൻസ് ഉണ്ട്. എന്ത് കണ്ടീഷൻസ് അവൻ പറഞ്ഞത്? അത് ഞാൻ തന്നെ പറയാം ആന്റി. ഞാൻ ഒരിക്കലും നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. മാനസ ഇനി ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ടാ. ഈശ്വര അനുഗ്രഹം കൊണ്ട് മാനസിപ്പ് എന്നെ കുറെയൊക്കെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്നെ പറ്റിക്കാനുള്ള നാടകമാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഭാവനയോട് 2 കണ്ടീഷൻസ് വെച്ചത്. എന്താ നിന്റെ കണ്ടീഷൻസ്? കേൾക്കട്ടെ. വേറൊന്നുമല്ല സൂര്യ, മാനസയുടെ ഡെലിവറി കഴിയുമ്പോൾ എന്തായാലും കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. DNA ടെസ്റ്റ് കഴിയുമ്പോൾ കുഞ്ഞ് സൂര്യയുടെയും ഭാവനയുടെയും ആണെങ്കിൽ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നിട്ട് മാനസ എനിക്കൊപ്പം വരണം. ഇനി മാനസ പ്രസവിക്കുന്നത് സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞല്ലെങ്കിൽ പിന്നൊരു ചോദ്യോത്തരവും ഇല്ല. മാനസ കുഞ്ഞുമായിട്ട് എനിക്കൊപ്പം വരണം. ഈ ഒരു ഉറപ്പ് മാനസ എല്ലാവരുടെ മുന്നിൽ വെച്ച് എനിക്ക് തരണം. എന്നാ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാം. പിന്നൊരു കാര്യം, ഞാൻ എവിടെ പോയാലും മാനസയുടെ ഡെലിവറി കഴിയുന്നവരെ വന്നും പോയി നിൽക്കും. ഇല്ലെങ്കിൽ ഞാൻ മാനസികമായിട്ട് തളർന്നു പോകും. അതുകൊണ്ടാ. എന്തു പറയുന്നു മാനസ? ആലോചിച്ച് പറഞ്ഞാ മതി. പക്ഷെ അതെ, എന്നെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയരുത്. നല്ലതുപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. അതുവരെ ഞാൻ ഇവിടെ തന്നെ കാണും. എന്നാലേ ആ മോഹം നീ കളഞ്ഞേര്. ഞങ്ങളുടെ മോൾ എന്തായാലും നിന്നോടൊപ്പം വരില്ല. ഞാൻ മാനസയോടാണ് ചോദിച്ചത്.
അതിനുള്ള ഉത്തരം മാനസ തരണം. ശരിയെന്നാ. സൂര്യ, ഞാൻ ഒന്ന് പോയി സംസാരിച്ചിട്ട് വരാം. വാ. മാനസ, സുനില് ചോദിച്ച നീ കേട്ടില്ലേ? ഇത് തന്നെയാ അവൻ എന്നോടും പറഞ്ഞത്. നിന്റെ വയറ്റിലുള്ള കുഞ്ഞല്ല അവന് പ്രധാനം, നീയാ. നീ കരുതുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്. അവൻ നിനക്ക് തന്ന വാക്കാ പാലിക്കുന്നത്. ഒരിക്കലും ഒരിടത്തും നിന്നെ ഒറ്റപ്പെടുത്തില്ല എന്ന് അവൻ തന്ന വാക്ക്. നോക്ക്, ഇവിടെ സുനിലിനെ ഒരു കുറ്റവും പറയാൻ പറ്റില്ല മാനസ. അങ്ങനെയുള്ള കാരണങ്ങൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഭാവന, ഞാനിപ്പോ എന്താ പറയണ്ടേ? നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് സുനിലിനോടൊപ്പം പോയി ജീവിക്കാനോ? അതൊന്നും ശരിയാവില്ലേ ഭാവന? ഏത് സാഹചര്യത്തിലും എന്നെ ഒറ്റപ്പെടുത്തില്ല എന്ന് അവൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഇതുപോലൊരു സാഹചര്യം എനിക്ക് വരുന്നതെന്ന് ആരാ അറിഞ്ഞേ? ഭാവന, ഇപ്പൊ സുനിൽ അങ്ങനെയൊക്കെ പറയും. പിന്നീട് ഈ പറയുന്നതൊക്കെ അവൻ മറന്നുകൊണ്ടായിരിക്കും പെരുമാറുന്നത്. ഏതൊരു പുരുഷനും സ്വന്തം ഭാര്യയിൽ ഒരു വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടാവും ഭാവനെ. പക്ഷേ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇനി ഒരിക്കലും സുനിൽ എന്നോട് കാണില്ല. മാനസ, അതൊക്കെ നിന്റെ വെറും സംശയങ്ങളാ. സുനിൽ ഇപ്പോഴും നിന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. അതാദ്യം നീ മനസ്സിലാക്ക്. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ മാനസ. എല്ലാ അർത്ഥത്തിലും പരസ്പരം ഒന്നായവരാണ് നിങ്ങൾ. വേണമെങ്കിൽ നിന്നെ വിട്ടിട്ട് സുനിലിന് പോകാം. പക്ഷെ അവനങ്ങനെ ചിന്തിക്കുന്നു പോലുമില്ല. എന്റെ അഭിപ്രായത്തില് നിനക്കൊരു ഭർത്താവിന്റെ സംരക്ഷണം എന്തായാലും വേണം. അതിന് എന്തുകൊണ്ടും യോഗ്യത സുനിലിന് മാത്രമാണ്. നോക്ക് മാനസ, എന്റെ ഒരു അനിയത്തെ പോലെ കണ്ട് ഞാൻ പറയാ, സുനിൽ പറഞ്ഞതുപോലെ ചെയ്യാൻ നീ തയ്യാറാവണം. ഡെലിവറി കഴിഞ്ഞ് സുനിലിനോടൊപ്പം പോകാമെന്ന് നീ സമ്മതിക്കണം. നിന്നിൽ നിന്നും അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയാല് ആ നിമിഷം അവൻ ഇവിടെ നിന്ന് പോവും. നീ പെട്ടെന്നൊന്നൊരു മറുപടി പറയണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. പക്ഷെ പറയുന്ന വാക്ക് നീയും പാലിക്കണം. എനിക്കത്രേ പറയാനുള്ളൂ.